ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അറിയിപ്പ്, അതായത് ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് ഞാൻ നൽകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കാറുണ്ട്. പല വീഡിയോസും നമ്മൾ സ്റ്റാറ്റസ് ഇടാനും നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ചില വീഡിയോസൊന്നും ചിലപ്പം 1 മിനിറ്റിനോ അല്ലെങ്കിൽ 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെയുള്ള വീഡിയോസ് ഒരു പക്ഷേ നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ സാധിക്കാറില്ല. അപ്പം അങ്ങനത്തെ ആ ഒരു ഓപ്ഷന് നമുക്ക് ഇന്ന് മറികടന്ന് നമുക്ക് എത്ര ലെങ്ത് ഉള്ള വീഡിയോസ് ആണെങ്കിലും നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ പറ്റുന്ന ഈ ഒരു ഇൻഫർമേഷനാണ് നിങ്ങളിലേക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ തുടർന്നും ഇതുപോലെ ഉപകാരപ്പെടുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളൂ. മാത്രമല്ല, നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ദെൻ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് വീഡിയോ സ്പ്ലിറ്റർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ, ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ട് വീഡിയോ എന്ന് പറയുന്ന ഫസ്റ്റത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്റ്റാറ്റസ് ഇടാൻ ഉദ്ദേശിക്കുന്ന വീഡിയോസ് ഏതാണോ, അതായത് നിങ്ങൾക്ക് 5 മിനിറ്റുള്ള വീഡിയോസ് ആവട്ടെ, അല്ലെങ്കിൽ 3 മിനിറ്റുള്ള വീഡിയോസ്, 4 മിനിറ്റുള്ള വീഡിയോസ്, എത്രയാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആ ഒരു വീഡിയോ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ലെങ്ത് ഉള്ള ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, ദെൻ ഞാൻ ആ ഒരു വീഡിയോ ആണ് ഇവിടെ, ഇപ്പോൾ ഏകദേശം 4 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ ഞാൻ ഈ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ പോകുന്നത്. ദെൻ ഞാൻ ഡൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്തു. ദെൻ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, എഗെയിൻ ഞാൻ ഒന്നുകൂടി സെലക്ട് ചെയ്യുന്നുണ്ട്. അത് എന്താണെന്ന് അറിയില്ല, എറർ വന്നതാണ്. സോ ഞാൻ എഗെയിൻ ഡൺ എന്ന് പറയുന്ന ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്തോളൂ. അങ്ങനെ നമ്മുടെ വീഡിയോസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോസ് വന്നതിന് ശേഷം ഡൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ എഗെയിൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പ്രിവ്യൂ ആണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതുപോലെ ലോഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ഇതൊരു ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആഡ്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ആ ഒരു ആഡ്സ് പറഞ്ഞാൽ 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ്സിന് ആഡ്സ് ആയിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. ഇതെന്താ, നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള വീഡിയോ ലെങ്ത് ഉള്ള വീഡിയോസ് ആണെങ്കിലും 9:16 റേഷ്യോ ആണെങ്കിലും ഇപ്പോൾ 16:9 റേഷ്യോ ആണ് മറ്റുള്ളത്. സോ അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീഡിയോസ് എല്ലാം റെഡി ആയിട്ട് വരുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള വീഡിയോസ് തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ വാട്സപ്പ് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 90 സെക്കൻഡിൻ്റെ 3 സ്പ്ലിറ്റ് ആണ്. അപ്പം ഓരോ വീഡിയോൻ്റെയും ലെങ്ത് അനുസരിച്ചായിരിക്കും ഈ സ്പ്ലിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 4 മിനിറ്റിൻ്റെ വീഡിയോ ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ 90 സെക്കൻഡ്സ് ടു 3 സ്പ്ലിറ്റ്. ദെൻ നിങ്ങൾക്കിത് മാറ്റാവുന്നതാണ്. 30 സെക്കൻഡിൻ്റെ 8 സ്പ്ലിറ്റും ആണെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ നമ്മളെല്ലാവരും കുറച്ച് സ്പ്ലിറ്റിൽ നമുക്ക് വാച്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ 120 സെക്കൻഡിലെ 2 സ്പ്ലിറ്റ് മാത്രം വരുന്ന ഓപ്ഷനും കൂടി ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ, എത്ര സ്പ്ലിറ്റ് ആയിട്ടാണോ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ലഭിക്കേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ നിങ്ങൾക്ക് പ്രസ് സേവ് ടു ബെയിൻ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് മുകളിൽ കാണുന്ന സേവ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റുന്നുണ്ടല്ലോ, നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് റെക്കമെൻഡ് ക്വാളിറ്റി കാണാൻ പറ്റും. ദെൻ നിങ്ങൾക്ക് മറ്റുള്ള ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒറിജിനൽ ക്വാളിറ്റി തന്നെയാണ് 9020p ഓക്കെ പിക്സൽസ്. സോ നമുക്ക് അത് തന്നെ ഞാൻ റെക്കമെൻഡിൽ തന്നെ സെലക്ട് ചെയ്തു. ദെൻ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ദെൻ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഓക്കെ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ സ്പ്ലിറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു പരസ്യം വന്നിട്ടുണ്ട്. പരസ്യങ്ങളെല്ലാം പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കി വിടുക. ഓക്കെ, അപ്പം ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ജസ്റ്റ് ചില പരസ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതെല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ദെൻ നമ്മുടെ ഈ വീഡിയോ ഇവിടെ പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്യാവശ്യം 4 മിനിറ്റിൻ്റെ വീഡിയോ ആയതുകൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ത് അനുസരിച്ചായിരിക്കും നമ്മുടെ പ്രോസസ്സിങ് ടൈം എടുക്കുന്നത്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പീഡിൽ തന്നെ നമ്മുടെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ തുടർന്നും നല്ല നല്ല വീഡിയോസിന് വേണ്ടി നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ്സ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റാറ്റസ് ഇടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ താഴെ ഒരു കമൻറ്റൊക്കെ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഫേസ്ബുക്കിൽ വീഡിയോസ് കണ്ടിട്ട് ചാനൽ ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്കിൽ ഫോളോയും യൂട്യൂബിൽ സബ്സ്ക്രിപ്ഷൻസൊക്കെ എല്ലാവരും ചെയ്തു വെച്ചോളൂ കേട്ടോ. നല്ല നല്ല വീഡിയോസാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തരുന്നത്. ഓക്കെ, അപ്പം നമ്മളിവിടെ
100% ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് വ്യൂ ഫയൽസ് എന്ന സെക്ഷനിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ 4 മിനിറ്റിൻ്റെ ആ ഒരു വീഡിയോ നമ്മൾ 3 പാർട്ടുകളായിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ നമുക്കിവിടെ ആയിട്ട് ഷെയർ ഓൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ താഴത്ത് കാണാൻ പറ്റും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യലോടുകൂടി നിങ്ങൾക്ക് വാട്സപ്പോട് വരുന്നതായിരിക്കും. ദെൻ നിങ്ങൾ വാട്സപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് മുകളിൽ തന്നെ സ്റ്റാറ്റസ് ഇടേണ്ട ഒരു ഓപ്ഷൻ മൈ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ കാണാൻ പറ്റും. നിങ്ങൾക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാറ്റസ് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അപ്പം ഈ ഒരു 3 വീഡിയോസും ഒറ്റ വീഡിയോസായിട്ട് തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത് നല്ല ഒരു ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ്. അപ്പം ഈ ഒരു 4 മിനിറ്റിൻ്റെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു പ്രോസസ്സിങ് ടൈമാണ് എടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ ഇതുപോലെ നമ്മളെ 4 മിനിറ്റിൻ്റെ വീഡിയോ നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇടാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അതിൽ നിങ്ങൾക്ക് 1.5 മിനിറ്റ് വെച്ചിട്ടാണ് ഇതിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ പറ്റുന്നത്. ആ ഒരു 1.5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആളുകൾ കാണുന്ന സമയത്ത് ഒരു പക്ഷേ അത് കംപ്ലീറ്റ്ലി ഒരു ഒറ്റ വീഡിയോസ് എന്ന രീതിയിലായിരിക്കും. കാരണം ഒരു പാട്ടിൻ്റെ നെക്സ്റ്റ് പാട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ആ ഒരു പാട്ട് കഴിഞ്ഞ ഉടനെയാണ് നെക്സ്റ്റ് പാട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇതുപോലെ നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തെടുത്ത് നിങ്ങൾക്ക് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾക്ക് എത്ര ലെങ്ത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തുടർന്നും നല്ല നല്ല വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഇത് വാട്സപ്പ് സ്പ്ലിറ്റ് എന്ന് തന്നെ ഒരു ഓപ്ഷൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഇത്രയും രീതിയിൽ നമുക്ക് സിമ്പിൾ ആയിക്കൊണ്ട് നമുക്ക് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വീഡിയോസ് എത്ര ലെങ്ത്തുള്ള വീഡിയോസും വാട്സപ്പിൽ നമുക്ക് സ്റ്റാറ്റസ് ഇടാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ തുടർന്നും നല്ല നല്ല വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.